പരിശുദ്ധമ്മയുടെ ജീവിതത്തിലെ മറ്റൊരു മരിയൻ വിശുദ്ധിയ, അവൾ വീരോചിതമായി ജീവിച്ചവളാ. വീരോചിതം എന്ന് പറയുമ്പോൾ ധൈര്യമുള്ളവളാ, ശക്തിയുള്ളവളാ. വീരോചിതമായി ജീവിച്ചു. അവൾ ഭയപ്പെട്ടവളല്ല. അവളുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങളുടെ മുമ്പിൽ, തെരഞ്ഞെടുപ്പുകളുടെ മുമ്പിൽ വീരോചിതമായി അവൾ നിന്നവളാ. പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടിയ നസ്രത്ത് മുതൽ തുടർന്ന് യേശുവിനോട് കൂടിയുള്ള യാത്രയാ. ആ കാൽവരിയിലുമുണ്ട്. വീണ്ടും പെന്തക്കോസ്തായിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സഭയുടെ ഉത്ഭവത്തിന്റെ സമയത്ത് നമ്മൾ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട്. മനുഷ്യാവതാരം മുതൽ സഭയുടെ ഉത്ഭവം വരെ ഇതുപോലെ യാത്ര ചെയ്ത ആരെയെ നമ്മൾ കണ്ടുമുട്ടുന്ന പരിശുദ്ധ അമ്മയല്ലാതെ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ യേശുവിന്റെ മരണത്തിന് ശേഷം അവരൊക്കെ ചിത്രീകരിക്കപ്പെട്ടു, അവരൊക്കെ ഭയചകിതരായി. പക്ഷേ വീരോചിതമായി ഈ ശിഷ്യന്മാരെ മുഴുവൻ കൂട്ടിപ്പിടിച്ചവളാണ് പരിശുദ്ധ അമ്മ. നമ്മളും ഓർക്കണം, മരിയൻ വിശുദ്ധി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണോ? നമുക്കും ഈ ധൈര്യം ഉണ്ടാവണം, ആത്മധൈര്യം ഉണ്ടാവണം. പറയേണ്ടടുത്ത് പറയാൻ സാധിക്കണം. തീരുമാനങ്ങളിൽ വ്യക്തത ഉണ്ടാവണം, കൃത്യത ഉണ്ടാവണം. ഇത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ സുഹൃതമായിരുന്നു.